ഡ്രാഗൺ സ്യൂട്ടിട്ട ഗ്യാങ്സ്റ്റർ പൃഥ്വിരാജ് സുകുമാരന്റെ എമ്പുരാൻ എന്ന പാൻ ഇന്ത്യൻ സിനിമ ആഗോളതലത്തിൽ വലിയ ഓളമുണ്ടാക്കുമ്പോൾ അതിലെ വില്ലൻ ആരാണ് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എബ്രഹാം ഖുറേഷിക്കൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ വില്ലനും അത്രത്തോളം ഹൈപ്പുള്ള ഒരു ഗ്യാങ്സ്റ്റർ തന്നെയാവണം. ആരാണ് എമ്പുരാനിലെ വില്ലൻ കഥാപാത്രം? ഡ്രാഗൺ സ്യൂട്ടിട്ട് നടന്നു പോകുന്ന വില്ലനെ പോസ്റ്ററുകളിലും ട്രെയിലറുകളിലും ബ്ലാക്ക് ഷാഡോ ഇമേജിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് ഫഹദ് ഫാസിലാണെന്നും വില്ലനായി ടൊവിനോയും ഉണ്ടെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ യഥാർത്ഥ വില്ലന്റെ അവതാരപ്പിറവി അങ്ങ് കൊറിയയിൽ നിന്നുമാണ്. എബ്രഹാം ഖുറേഷിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കേൾപ്പുള്ള ആക്സിസ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന ഷെയ്ൻ ട്രയാഡ് ഗ്രൂപ്പിന്റെ ലീഡറായ റിക് യുനെയാണ് എമ്പുരാനിലെ വില്ലൻ. ഇനി ആരാണ് റിക് എന്നല്ലേ? കൊറിയൻ വംശജനായ റിക്കിന്റെ ജനനം അമേരിക്കയിലാണ്. തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടൻ, ആയോധന കലാകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. 2001 പുറത്തിറങ്ങിയ ദി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന ചിത്രത്തിൽ ജോണി ട്രാൻ എന്ന കഥാപാത്രമായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ഡൈ അനദർ ഡേ എന്ന ചിത്രത്തിലെ സാവോ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രശസ്തി നേടിയത്. കൂടാതെ നിരവധി പ്രതിനായക വേഷങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ശക്തരായ വില്ലന്മാരെ അവതരിപ്പിച്ച ചരിത്രവും ആയോധന കലാ പശ്ചാത്തലവും യൂണിനെ എമ്പുരാനിലെ നിഗൂഢമായ എതിരാളിയുടെ വേഷത്തിന് അനുയോജ്യമാക്കിയിട്ടുമുണ്ട്.